ഹലോ ഗൈസ്, ഇന്ത്യൻ ജനതയെ കയ്യിലെടുത്ത ഒരു മോഡലാണ് മാരുതി സുസുക്കി വാഗണർ. ടോൾ ബോയ് ഡിസൈനുകളുമായി എത്തിയ വാഗണർ ഇതൊരു ഇൻസ്റ്റന്റ് ഹിറ്റായിരുന്നു. 1999 ഇന്ത്യയിൽ അവതരിപ്പിച്ചതു മുതൽ മാരുതി വാഗണർ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബെസ്റ്റ് ഓപ്ഷനുകളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാം. വിൽപ്പനയുടെ കാര്യത്തിലും ഇന്ന് ടോപ്പ് 10 ലിസ്റ്റിൽ വാഗണർ ഉണ്ടാകും എന്നത് ഈ മോഡൽ ഇപ്പോഴും ജനഹൃദയങ്ങളിലുള്ള സ്ഥാനം വെളിപ്പെടുത്തുന്നു. ഹൈബ്രിഡ് പവർ ട്രെയിൻ എന്ന പുതിയ ഫീച്ചറിന് പുറമെ പുതിയ ജനറേഷൻ വാഗണർ ആണ് മറ്റ് നിരവധി ഫീച്ചറുകളും മെച്ചപ്പെടുത്തലുകളും നൽകിയിട്ടുണ്ട്. പരമ്പരാഗതമായി കാറുകളിൽ കണ്ടുവരുന്ന ഡോറുകൾ പകരം ജപ്പാനീസ് ടോൾ ബോക്സ് ഹാച്ച്ബാക്ക് ട്രെൻഡിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള സ്ലൈഡിംഗ് ഡോറുകൾ ആയിരിക്കും ഇതില് നൽകുന്നത്. യാത്രക്കാർക്ക് കാറിൽ എളുപ്പത്തിൽ പ്രവേശിക്കുവാനും സാധനങ്ങൾ കയറ്റാനും ഇത് സഹായകമാകും. കൂടാതെ സീറ്റുകൾ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിൽ മാരുതി വാഗണർ 3ാം ജനറേഷൻ 1.0 ലിറ്റർ കെ സീരീസ് എഞ്ചിനാണ് വാഗണറിന് കരുത്തേകുന്നത്. കൂടാതെ ഒരു CNG ഓപ്ഷനും ഇതോടൊപ്പം ലഭ്യമാണ്. എന്നാൽ പുറത്തുവരുന്ന ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ ജപ്പാനിലെ അടുത്ത ജനറേഷൻ വാഗണർ ഒരു പൂർണ്ണ ഹൈബ്രിഡ് സജ്ജീകരണത്തോടുകൂടി എത്തും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ ഒരു പൂർണ്ണ ഹൈബ്രിഡ് സിസ്റ്റം ലഭിക്കുന്ന ആദ്യത്തെ മിനി കാറായി വാഗണർ ഉയർന്നു വരാം. ജപ്പാനീസ് സ്പൈക്സ് ഫുൾ ഹൈബ്രിഡ് വാഗണർ 6ന് ഇൻലൈൻ 3 DOHC പെട്രോൾ എഞ്ചിനൊപ്പമാണ് ഈ ഹൈബ്രിഡ് എഞ്ചിനും ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ICE എഞ്ചിൻ യൂണിറ്റ് 54 PS പവർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇലക്ട്രിക് മോട്ടോർ 10 PS കൂടി സംഭാവന ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ 64 PS പവർ ലഭ്യമാക്കും. ടോർക്ക് ഔട്ട്പുട്ട് യഥാക്രമം ICE യൂണിറ്റിന് 58 Nm, ഇലക്ട്രിക് മോട്ടോറിന് 29.5 Nm ആയിരിക്കും. കൂടാതെ ഈ ഹൈബ്രിഡ് പവർ ട്രെയിനിന് ഇലക്ട്രിക് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും. ഇനി വലുപ്പത്തിന്റെയും നീളത്തിന്റെയും കാര്യത്തിൽ ജപ്പാനിൽ ഫുൾ ഹൈബ്രിഡ് വാഗണർ 3.395 mm നീളവും 1.475 mm വീതിയും 1.650 mm ഉയരവും ഉണ്ടാവും. ഇതോടൊപ്പം ഇതിന് 2.460 mm വീൽ ബേസും 850 കിലോഗ്രാം ഭാരവും ഉണ്ടായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജപ്പാനിൽ അടുത്ത ജനറേഷൻ വാഗണറിന് ഹിജ്ഡ് ഡോറുകൾ പകരമായി സ്ലൈഡിംഗ് ഡോറുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സമ്പൂർണ്ണ ഹൈബ്രിഡ് സജ്ജീകരണത്തിന് താരതമ്യം കുറവ് എമിഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന പരിസ്ഥിതിക്കും നേട്ടമാണ്. അതുപോലെ തന്നെ ഹൈബ്രിഡ് വാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന മികവുറ്റ മൈലേജ് നമ്മുടെ കീശയ്ക്കും നൽകുന്ന ആശ്വാസം കുറച്ചൊന്നുമല്ല. എന്നാൽ പൂർണ്ണ ഹൈബ്രിഡ് വാഗണർ 6ന് നിലവിലെ മോഡലിനേക്കാൾ താരതമ്യേന ഉയർന്ന ചെലവ് ഉണ്ടാവുന്നതിനാൽ വിലയുടെ കാര്യത്തിൽ ന്യായമായ വർധനവും പ്രതീക്ഷിക്കും. CNGക്ക് സമാനമായി ഫുൾ ഹൈബ്രിഡ് വാഗണർ മികച്ച മൈലേജ് ലഭിക്കാം. ഔദ്യോഗിക കണക്കുകൾ ഒന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഗ്രാൻഡ് വിറ്റാര സ്ട്രോം ഹൈബ്രിഡിന്റെ മൈലേജ് പരിശോധിച്ചാൽ ഒരു ഐഡിയ ഒക്കെ നമുക്ക് ലഭിക്കും. നിലവിൽ ഇന്ത്യയിലെ ജനപ്രിയ കോമ്പാക്ട് ICUകളൊന്നായ ഗ്രാൻഡ് വിറ്റാര സ്ട്രോം ഹൈബ്രിഡ് സെഗ്മെന്റിലെ ലിറ്ററിന് 27.97 കിലോമീറ്റർ എന്ന മികച്ച മൈലേജ് വാഗ്ദാനം ചെയ്യുന്നു. നിലവിലുള്ള വാഗണറിന് AGS ഓപ്ഷനുകൾ വരുന്ന മോഡലുകൾ നൽകുന്ന 25.19 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജിനേക്കാൾ മികച്ചതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഫുൾ ഹൈബ്രിഡ് വാഗണർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന ഇന്ധനക്ഷമത നൽകാനാണ്. അതിനാൽ തന്നെ കിലോഗ്രാമിന് 33.47 കിലോമീറ്റർ മൈലേജ് നൽകുന്ന വാഗണറിന്റെ നിലവിലെ CNG വേരിയന്റിനേക്കാൾ ഇന്ധനക്ഷമത കൂടുതലായിരിക്കും ഹൈബ്രിഡ് പതിപ്പിന് പ്രതീക്ഷിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ ഫുൾ ഹൈബ്രിഡ് മോഡലുകൾ സാധാരണയായി പെട്രോൾ മോഡലുകളേക്കാൾ വില കൂടുതലായിരിക്കും. 5.55 ലാഖ് തുടക്ക ഷോറൂം വിലയ്ക്ക് എത്തുന്ന വാഗണർ താങ്ങാവുന്ന ഒരു കാർ എന്ന നിലയിൽ നിന്ന് ഫുൾ ഹൈബ്രിഡ് പതിപ്പിന് ഗണ്യമായ വില കൂടുതലായിരിക്കും എന്ന് തോന്നിയേക്കാം. എന്നാൽ ഫുൾ ഹൈബ്രിഡ് വാഗണറിന്റെ വില വളരെ മത്സരാധിഷ്ഠമായിരിക്കും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.